ഞങ്ങളുടെ വീട്ടിലുള്ള MG വിൻസർ EVയും തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ടൊയോട്ട ഫോർച്യൂണർ SUVയുമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വരികയാണ്. 2 ഫാമിലീസിനുള്ള ലഗേജ് എല്ലാം ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ടൊയോട്ട ഫോർച്യൂണറിലേക്ക് ലോഡ് ചെയ്ത് കാണിക്കുകയാണ്. ടൊയോട്ട ഫോർച്യൂണറിലും പാർസൽ ട്രേ ഇല്ല. 7 സീറ്ററിൻ്റെ പുറകിലെ സീറ്റുകൾ മറിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലും റിയർ വ്യൂ മിറർ മറയാത്ത രീതിയിലുള്ള സാധനങ്ങളെ MG വിൻസറിൽ വെച്ചിട്ടുള്ളൂ. ഓരോന്നായിട്ട് എടുത്തിട്ട് ടൊയോട്ട ഫോർച്യൂണറിലേക്ക് ലോഡ് ചെയ്ത് കാണിക്കുകയാണ്. ഇത് ചെയ്യുന്നത് വിൻസറിൽ എത്ര സാധനങ്ങൾ കയറും, ലഗേജ് സ്പേസ് എത്രയുണ്ടെന്ന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ വിൻസറിൽ മുകളിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. ടൊയോട്ട ഫോർച്യൂണറിൽ ഇപ്പോൾ ഏകദേശം ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വിൻസറിൻ്റെ ഇപ്പോൾ മുകളിലുള്ള ഏരിയ കാലിയായി താഴെ സ്റ്റോർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. 2 വലിയ പെട്ടിയുണ്ട്. ആ 2 പെട്ടികൾ ഇപ്പോൾ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനിയും അതിനകത്ത് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇനി ഈ 2 പെട്ടി ഫോർച്യൂണറിലേക്ക് കയറ്റുകയാണ്. ഇത് വയ്ക്കുമ്പോൾ ഫോർച്യൂണർ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചു വെച്ചാലേ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഓരോന്നായിട്ട് അടുക്കി വയ്ക്കുകയാണ്. ഇനി ഇത് കൂടാതെ താഴെ ഇനിയും ഒരു ടൂൾ ബാഗുണ്ട്, ലാപ്ടോപ്പ് ബാഗ്സ് ഉണ്ട്. അതെല്ലാം ഇങ്ങോട്ട് എടുക്കുകയാണ്. ഓരോന്നായിട്ട് ഫോർച്യൂണറിലേക്ക് വെക്കുകയാണ്. ഇനി ഫോർച്യൂണർ അടയ്ക്കാൻ കഴിയണമെങ്കിൽ പെട്ടികളൊന്ന് റീഓർഗനൈസ് ചെയ്ത് വെക്കണം. കഴിയുന്നതും റിയർ വ്യൂ മിററും മറയാത്ത രീതിയിൽ വെക്കണം. അതടയില്ല. ഓക്കെ, മുകളിൽ കയറ്റി വെക്കേണ്ടി വരികയാണ്. ഇനിയും 1-2 ചെറിയ ബാഗുകളുണ്ട്. ഒരു ടൂൾ ബാഗുണ്ട്, ചെറിയ 1-2 ബാഗുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ വിൻസർ EVയിൽ നിന്ന് എടുത്ത ലഗേജ് എല്ലാം ഫോർച്യൂണറിൽ വെച്ചപ്പോൾ ഫോർച്യൂണർ നിറഞ്ഞു. മാത്രമല്ല അതിൻ്റെ റിയർ വ്യൂ മിറർ മറയുന്ന രീതിയിലാണ് നിറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തത് ഇലക്ട്രിക് വെഹിക്കിൾ, ചെറിയ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ് MG വിൻസർ. പക്ഷേ അതിൻ്റെ ബൂട്ട് സ്പേസ് എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച്.